അടുത്തായിട്ട് നമുക്ക് ആശംസാ പ്രസംഗത്തിനായിട്ട് നമ്മുടെ മദർ പി ടി എ ഇപ്പോൾ ആയിട്ടുള്ള ഹെൽന ഹാറൂണിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹെൽനയുടെ ഒരു പ്രത്യേകത, ഞാൻ ആശംസയ്ക്കായിട്ട് ഹെൽനയെ പറഞ്ഞപ്പോൾ ഹെൽനയോട് നമ്മൾ നേരത്തെ ഒന്നും പറയേണ്ടി വന്നില്ല. അപ്പോൾ തന്നെ ബിമിത ഹെൽനയോട് ചോദിച്ചു, 2 വാക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഹെൽന ഓക്കെ പറഞ്ഞു. വലിയ സന്തോഷം. നമ്മൾ നേരത്തെ പറഞ്ഞ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിരുന്നില്ല. ഹെൽന നിമിഷ കവിയാണ് എന്ന് പറയും, നിമിഷ പ്രാസംഗികയൊക്കെയാണെന്ന് എനിക്ക് തോന്നണേ. എന്തായാലും ഹെൽനയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പുത്തൂർ ഡേ കെയറിൻ്റെ മാനേജ്മെൻറ്റ്, ഇവിടുത്തെ അധ്യാപകർ, അതുപോലെ തന്നെ കുഞ്ഞുമക്കളുടെ രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഇന്ന് ഈ പുത്തൂർ ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂളിൻ്റെ 23ാമത് ആനുവൽ ഡേയിലായിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ ആശംസകൾ അർപ്പിക്കുന്നതിനായി എന്നെ തിരഞ്ഞെടുത്ത ടിറ്റോ ചേട്ടനും അതുപോലെ തന്നെ ബിമിത ചേച്ചിക്കും ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയുകയാണ്. ഞാനിവിടെ എൻ്റെ പേഴ്സണൽ അനുഭവങ്ങളാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിമിഷകവിയൊന്നല്ല, വളരെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ അനുഭവങ്ങൾ ഇവിടെ പറയാമെന്ന് മാത്രമാണ് ഞാൻ കരുതിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. പുത്തൂർ ഫാമിലി അല്ലെങ്കിൽ പുത്തൂർ കുടുംബം എന്ന് പറയുന്നത് പാവർട്ടിയിലും അതുപോലെ തന്നെ പാവർട്ടിയിലെ പരിസര പ്രദേശങ്ങളിലും എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. കാരണം ഇവരുടെ പ്രവർത്തനങ്ങൾ, ഈ കുടുംബത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ജനകീയമാണ്, അതുപോലെ തന്നെ വിശ്വാസ്യതയുള്ളതാണ്. ഈ പുത്തൂർ ഡേ കെയർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിൻ്റെ വലിയ വിജയം എന്ന് പറയുന്നതും ഈ വിശ്വാസ്യത തന്നെയാണ്. ഈ ഒരു സ്ഥാപനത്തിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയക്കുമ്പോൾ അവർ സുരക്ഷിതരാണ്, അവരിവരുടെ കൈകളിൽ സുരക്ഷിതരാണ് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസം. എനിക്ക് 3 മക്കളാണ്. എൻ്റെ 2 മക്കളും ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. 1 വർഷം മുമ്പ് എൻ്റെ 1.5 വയസ്സുള്ള ഹാർലി മോനെ ഇവിടെ ചേർക്കുമ്പോൾ ഏതൊരു രക്ഷിതാവിനെയും പോലെ തന്നെ എനിക്കും വളരെയധികം ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മോൻ ഇവിടെ കരയോ, അവനെ നോക്കുമോ, ഞങ്ങൾ സ്നേഹിക്കുന്നത് പോലെ തന്നെ അവരെ സ്നേഹിക്കുമോ എന്നൊക്കെ ഏതൊരു രക്ഷിതാവിനെ പോലെ തന്നെ എനിക്കും വളരെയധികം ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യ ദിനം തന്നെ ആ ആശങ്കകളൊക്കെ അസ്ഥാനത്താക്കുന്ന റെസ്പോൺസാണ് ബിമിത ചേച്ചിയുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അവന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇവിടെ ഉണ്ടായില്ല. ഓരോ ദിവസം കഴിയും തോറും ഇവിടേക്ക് വരാനുള്ള അവൻ്റെ ആഗ്രഹവും അതുപോലെ തന്നെ അവൻ്റെ മുഖത്ത് വരുന്ന പുഞ്ചിരിയും എനിക്ക് ജോലിക്ക് പോകാനുള്ള ഒരു ആശ്വാസം കൂടിയായിരുന്നു. അതുപോലെ തന്നെ അവൻ്റെ മാറ്റങ്ങൾ കണ്ട് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ 2ാമത്തെ മകളെയും അവൾ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ നിന്നും LKGയിൽ നിന്ന് ഇവിടുത്തെ LKGയിലേക്ക് ഞാൻ ഇടയിൽ വെച്ച് മാറ്റി ചേർക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും സത്യത്തിൽ ബിമിതേച്ചിക്ക് തന്നെയാണ്. കാരണം പലരും അത് എതിർത്തെങ്കിലും, കാരണം ഇവിടെ കുട്ടികൾ കുറവാണ് എന്ന് പറഞ്ഞ് എതിർത്തെങ്കിലും ഞാനെടുത്ത തീരുമാനം അത് ശരി വയ്ക്കുന്നത് തന്നെയാണ് എന്ന് എനിക്ക് അഭിമാനത്തോടു കൂടി ഇന്നിവിടെ പറയാനായിട്ട് സാധിക്കും. അവളുടെ എല്ലാ മേഖലകളിലും, പഠനമായാലും കലയായാലും കായികമായാലും സ്വഭാവമായാലും എല്ലാ മേഖലകളിലും ബിമിതേച്ചിയുടെ ഒരു ടച്ച് അവിടെ വന്നിട്ടുണ്ട്. വളരെയധികം പോളിഷ്ഡ് ആയിട്ടാണ് അവൾ ഇവിടെ നിന്ന് UKG കഴിഞ്ഞ് ഈ വർഷം ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. വളരെയധികം ഇംപ്രൂവ്ഡ് ആയിട്ടാണ് അവൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അതിന് ഞാനല്ല, ബിമിതേച്ചി തന്നെയാണ് അതിൻ്റെ കാരണക്കാരി എന്ന് എനിക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് ഞാൻ ബിമിതേച്ചിയോട് ചോദിച്ചു, ഞാൻ 8 വയസ്സിൽ എൻ്റെ മോനെ കൂടി ഇവിടെ കൊണ്ടുവരട്ടെ എന്ന്. പക്ഷെ അതിനുള്ളൊരു സാഹചര്യം ഒത്തില്ല. അവനെ ഇവിടെ കൊണ്ടുവരാത്തതിൻ്റെ എല്ലാ ദുഃഖവും ഇന്ന് എനിക്കുണ്ട്. കാരണം മറ്റു 2 മക്കളും സ്റ്റേജ് ഫിയർ അവർക്കില്ല. അവരുടെ ബേസിക് എല്ലാം ഉറച്ചുകൊണ്ടാണ് അവരിവിടെ നിന്ന് പോകുന്നത്. എല്ലാവർക്കും ഞാൻ പറയാണ്, ഇവിടെ ധൈര്യമായിട്ട് ഇവിടെ പുത്തൂര് ഈ ഫാമിലിയുടെ ഈ ഒരു സ്ഥാപനത്തിൽ ധൈര്യമായിട്ട് മക്കളെ ചേർക്കാം. ഇനി ഇവിടെ അതോറിറ്റീനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടുത്തെ ഓൾ ആൻഡ് ഓൾ ബിമിത ചേച്ചി, അതുപോലെ തന്നെ ബിമിത ചേച്ചിയുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ടിറ്റോ ചേട്ടൻ, എല്ലാ കാര്യങ്ങളിലും നേരിട്ട് ഏത് ദിവസം ഏത് പരിപാടിയാണെങ്കിലും ബിമിത ചേച്ചി ഇല്ലാത്ത ദിവസമാണെങ്കിലും ടിറ്റോ ചേട്ടനായാലും നേരിട്ട് ഇവിടെ വന്ന എല്ലാ കാര്യങ്ങളും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് അവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. എൻ്റെ നമ്മുടെ ബിമിത ചേച്ചി
സീരിയലിൽ അഭിനയിക്കുകയാണ്. നമുക്കറിയാം ബിമിത ചേച്ചി ഷൂട്ടിങ്ങിന് പോകുമ്പോൾ എൻ്റെ മകൾക്ക് അവിടെ വിഷമമാണ്. ഓരോ ദിവസം എണ്ണിയിട്ടാണ് ഇരിക്കുക. മേഡാൻറ്റി വരാൻ ഇനി 4 ദിവസമുണ്ട്, ഇനി 3 ദിവസമുണ്ട്. ഓരോ ദിവസം എണ്ണിയാണ് ഹെയ്സൽ അവിടെ ഇരിക്കുക. ഈ അടുത്ത് എൻ്റെ താഴെയുള്ള മകനൊരു അപകടം പറ്റിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് എൻ്റെ മേഡാൻറ്റീനെ വിളിച്ചറിയിക്കണം, എൻ്റെ അലീന ടീച്ചറോട് എനിക്ക് പറയണം എന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. അത്രത്തോളം സ്വന്തം ഫാമിലി പോലെ തന്നെയാണ് ഇവിടുത്തെ സ്റ്റാഫും ഇവിടുത്തെ മാനേജ്മെൻറ്റും നമ്മുടെ മക്കളെ നോക്കുന്നത്. സ്വന്തം അമ്മമാരെങ്ങനെയാണോ മക്കളെ നോക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഓരോ ചേച്ചിമാരും ടീച്ചർമാരും നമ്മുടെ മക്കളെ നോക്കുന്നത്. ഞാൻ അധികം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. നമ്മുടെ മക്കളെ അക്ഷമരായിട്ട് ഡാൻസ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയും ഞാൻ അധികം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇനിയും ഒട്ടനവധി വർഷങ്ങൾ ഈ ഒരു സ്ഥാപനം ഈ സന്തോഷത്തോടും സുരക്ഷയൊരുക്കും, നമ്മുടെ മക്കൾക്ക് സുരക്ഷയൊരുക്കും, സ്നേഹത്തോടും കൂടി ഈ ഒരു സ്നേഹവീട് എന്ന് തന്നെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പുത്തൂർ ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂൾ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം, ഈ ഒരു സ്നേഹവീട് ഇനിയും നമ്മുടെ മക്കളുടെ കൈപിടിച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹെൽന, താങ്ക് യു. ഹെൽനയുടെ വാക്കുകൾ വളരെ സന്തോഷമുണ്ട്. ഓരോ പേരൻസിന് ഇപ്പോൾ നമുക്ക് 23 വർഷമായിട്ട് നമ്മുടെ ഈ സ്ഥാപനം ബിമിത നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനതിൻ്റെ പിന്നിലുണ്ട്. എന്തെങ്കിലും ആവശ്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന പുറമേയുള്ള പല ആവശ്യങ്ങൾക്കും നമ്മൾ കൂടെയുണ്ട്. ഹസ്ബൻഡ് എന്ന രീതിയിൽ കൂടെയുണ്ട്. എന്നിരുന്നാലും ഈ 23 വർഷക്കാലം നമ്മൾ ഈ പരിപാടി ബിമിത നടത്തുമ്പോൾ തുടക്കത്തിലൊക്കെ അപ്പച്ചനൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 5 വർഷം മുമ്പ് അപ്പച്ചൻ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ അമ്മച്ചി നമ്മുടെ കൂടെയുണ്ട്. ഇവരൊക്കെ അല്ലെങ്കിൽ ഈ പുത്തൂർ പ്ലേ സ്കൂളിനെ കൂടാതെ ഞങ്ങൾക്ക് പുത്തൂർ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ട് സ്ഥാപനമുണ്ട്. അതിൻ്റെ സാരഥികളായിട്ട് എൻ്റെ 2 അനിയന്മാരുണ്ട്. ഇപ്പോഴും എന്നല്ല, ഈ നമ്മുടെ പ്ലേ സ്കൂൾ തുടങ്ങിയതിൻ്റെ അവിടെ നിന്ന് മുതൽ ഉള്ള കാലങ്ങളിലൊക്കെ നമ്മുടെ ഒപ്പം നിന്നിട്ടുള്ള ഈ പുത്തൂർ ഫാമിലിയുടെ ഒപ്പം ഞങ്ങൾ ഒന്നിച്ചാണ് എന്ന് തെളിയിക്കാവുന്ന രീതിയിൽ എൻ്റെ 2 അനിയന്മാരും അവരുടെ ഫാമിലികളും എല്ലാവരും ഞങ്ങളുടെ കൂടെ തന്നെയാണുള്ളത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ പുറമെ കാണുന്ന ഉള്ളിലെ ഓൾറെഡി ഇതിൻ്റെ ടീച്ചർമാരും അല്ലെങ്കിൽ ബിമിത അടങ്ങുന്ന ഒരു സംഘം ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ പുറമെ ഇവരൊക്കെ ഞങ്ങളുടെ കൂടെയുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്താണ് അവർ സ്ഥാപനങ്ങളൊക്കെ മെയിൻ റോഡുകളിലേക്ക് മാറ്റിയത്. ഇപ്പോൾ ഇതുവരെയും കഴിഞ്ഞ വർഷം വരെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവർ മെയിൻ റോഡിലേക്ക് പോടിയപ്പോൾ ഇവിടെ ആരെങ്കിലും നമ്മുടെ പ്ലേ സ്കൂളിലേക്ക് ആരെങ്കിലും അറിയാത്ത ആരെങ്കിലും കടന്നു വരികയാണെങ്കിൽ ഇവർ അവരുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അവർ മെയിൻ റോഡുകളിലേക്ക് 2 പേരും ഒറ്റയ്ക്കായിട്ടുള്ള സ്ഥാപനങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്നിരുന്നാലും എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണം, അതുപോലെ തന്നെ പേരൻസിൻ്റെ ഈ 23 വർഷക്കാലമുള്ള എനിക്ക് തോന്നുന്നത് 1000 ചില്ലാനം കുടുംബങ്ങളാണ്, അതിൻ്റെ മേലെയുള്ള കുടുംബങ്ങളാണ് നമ്മൾ ഈ 23 വർഷക്കാലമായിട്ട് നമ്മുടെ പ്ലേ സ്കൂളായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ടുള്ളത്. പലരുടെയും എനിക്ക് തോന്നുന്നത് 2-3 കുട്ടികളുടെ കല്യാണത്തിന് നമ്മൾ പോയിട്ടുമുണ്ട്. 3-4 കുട്ടികളുടെ പെൺകുട്ടികളുടെ കല്യാണത്തിന് ഞങ്ങൾ 2 പേരെയും ക്ഷണിച്ചിട്ട് ആദ്യ ബാച്ചുകളിലുള്ള കുട്ടികളൊക്കെ കല്യാണത്തിന് പോയിട്ടുണ്ട്.